ഇന്ന് വേഗം ജോലിയൊക്കെ തീർത്തിട്ട് നമുക്ക് തൃശ്ശൂർക്ക് പോകാനുണ്ട്. കല്യാണിക്ക് ഓണത്തിന് കൊടുക്കാനായിട്ട് ഒരു സെറ്റ് സാരി മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിന് നമുക്ക് എന്തായാലും ബ്ലൗസ് ഇപ്പോൾ തയ്പ്പിക്കാനായിട്ട് എന്തായാലും ടൈമില്ല. അതിന് മാച്ചായിട്ട് അപ്പോൾ ഒരു റെഡിമെയ്ഡ് ബ്ലൗസ് മേടിക്കണം. പിന്നെ ഞങ്ങളുടെ കളിയിലേക്ക് കോസ്റ്റ്യൂമിൻ്റെ കുറേ സാധനങ്ങൾ പിന്നെയും മേടിക്കാനുണ്ട് ബാക്കി. അപ്പോൾ അതും കുറച്ച് സാധനങ്ങൾ അതും നമുക്ക് മേടിക്കാനുണ്ട്. അപ്പം ഞാൻ വേഗം റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് കല്യാണീനെ വഴിയിൽ വെച്ചിട്ട് കിട്ടുള്ളൂ. അവൾ വീട്ടിൽ നിന്ന് വരാമെന്നാണ് പറഞ്ഞിരിക്കണേ. ഞാൻ അവളെ വീഡിയോ എടുത്തോണ്ടുള്ള എക്സ്പ്രഷനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ അവിടെ പോയിട്ട് നേരെ ആൻറ്റിയുടെ കടയിൽ കയറി ആൻറ്റിക്ക് ചോറ് കൊടുക്കണ്ടായിരുന്നു ഉച്ചയ്ക്ക്. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ നേരെ തൃശ്ശൂർക്ക് പോയത്. അപ്പോൾ ഞങ്ങളിതേ ഊബർ വിളിച്ചത് വന്നിട്ടുണ്ട്. ഞങ്ങൾ നേരെ വടക്കേ സ്റ്റാൻഡിലേക്കാണ് പോണേ. അപ്പോൾ ഇതേ ഒരാൾ ഞങ്ങൾ യാത്ര അയക്കാൻ വേണ്ടി വന്നിക്കുകയാണ് ഇവിടെ. കുറേ സാധനങ്ങൾ മേടിക്കണോണ്ട് തന്നെ ഞങ്ങൾ ആൻറ്റീൻ്റെ അടുത്ത് ഇറങ്ങുമ്പോൾ പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്തായാലും 8 മണിയൊക്കെ ആവും ഞങ്ങൾ വരുമ്പോൾ. കാരണം ആദ്യം നമ്മൾ കല്ലൂന് ബ്ലൗസ് മേടിക്കാനാണ് പോണത്. തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിലുള്ള ശിവാസ് ബ്ലൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ ഷോപ്പിലേക്കാണ് നമ്മൾ ഫസ്റ്റ് പോയത് കേട്ടോ. ഈ കാണുന്ന ഒരു ബ്ലൗസാണ് ഞങ്ങൾ മേടിച്ചത്. ഞങ്ങൾ അധികം സമയമൊന്നും എടുത്തില്ല. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇത് പെട്ടെന്ന് ഇഷ്ടമായി. ഞങ്ങൾ പെട്ടെന്ന് എടുത്തു. ഇനി നമുക്ക് നേരെ മുനിസിപ്പാലിറ്റിക്കാണ് പോകേണ്ടത്. അപ്പോൾ ഞങ്ങൾ നടന്നിട്ടാണ് പോണത് നമ്മുടെ തേക്കിങ്ങാട് കൂടിയിട്ട്. ഇതിലേ വന്നപ്പോഴാണ് മനസ്സിലായത് പൂവിൻ്റെ കട മാത്രമല്ല ഇവിടെ ഉള്ളത്. ഇവിടെ മറ്റേ ഓണച്ചന്ത പോലത്തെ ഒരു സെറ്റപ്പൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കളടാൻ പൂ മേടിക്കാനൊന്നും ഞങ്ങൾ നിന്നില്ല. ഞങ്ങൾ തിരുവോണത്തിൻ്റെ അന്ന് മാത്രമാണ് പൂ മേടിച്ചിട്ടിടുള്ളൂ. തിരുവോണം വരെ നമ്മൾ വീട്ടിൽ നിന്ന് പറിക്കുന്ന പൂ ഇടും. ഞങ്ങൾ രണ്ടാളും അവിടെ നിന്ന് ഓരോ കരിമ്പ് ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ചിട്ട് പിന്നെ നടന്നേ. ഈ കാണുന്ന കടയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ്. എവിടെയാണെന്നുണ്ടെങ്കിൽ ഏത് കമ്മലിലെടുത്താലും 20 രൂപ. അപ്പം അങ്ങനെ ഒരു ഓഫർ കണ്ടപ്പോൾ ഞങ്ങൾ നോക്കിയതാണ്. പക്ഷേ അത്ര നല്ല കമ്മലുകളൊന്നും ഇല്ല അതിൽ. 20 രൂപയ്ക്ക് കിട്ടുന്ന കമ്മലിൻ്റെ ഒരു ക്വാളിറ്റി അത്രേ ഉണ്ടാവുള്ളൂ. നമ്മുടെ തൃശ്ശൂർ മുനിസിപ്പലിലുള്ള സബ്വേയുടെ ഉള്ളിൽ ഒരാളെ 2 ദിവസം മുമ്പ് രാവിലെ കൊന്നു. ഈ മാർക്ക് ചെയ്ത് വെച്ച് കൊടുത്താണ് കൊന്നിട്ടുണ്ടായിരുന്നത്. ആരെയാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാനും കേട്ട് പരിചയം തന്നെയുള്ളൂ. ടൗണിലൊക്കെ ഓണത്തിൻ്റെ നല്ല തിരക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും നല്ല തിരക്കായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഫാഷനിലത്തെ ഓരോ സെലിബ്രേഷൻ വരുമ്പോഴും അവരവരുടെ ഫ്രണ്ടിൽ മാറ്റണ ഈ അലങ്കാരങ്ങൾ? ഈ ട്രെൻഡിങ് ആയിട്ടുള്ള മദ്രാസി ചെക്ക് എല്ലായിടത്തും ഉണ്ടായിരുന്നു കേട്ടോ. കുറേ സ്ഥലത്ത് ഞങ്ങളിത് കണ്ടു. ഓണം ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ പുത്തമ്പള്ളിയുടെ ആ സ്ട്രീറ്റിൽ കാണാൻ ഭയങ്കര രസമാണ്. ക്രിസ്മസിൻ്റെ ടൈമിലാണ് എനിക്കിതിൽ നടക്കാൻ ഭയങ്കര ഇഷ്ടം. നല്ല ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര രസമായിരിക്കും രാത്രി കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ കുറേ കറങ്ങി. പിന്നെ ഞങ്ങൾ ബിരിയാണിയൊക്കെ മേടിച്ച് കഴിച്ചിട്ടാണ് പോകുന്നത്. മന്തി കഴിക്കാൻ പോകാനായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷെ മന്തി കഴിക്കാൻ പോകാനായിട്ട് അടുത്തൊന്നും കടകളുണ്ടായിരുന്നില്ല. ഞങ്ങൾക്കാണെങ്കിൽ നടന്നാകെ വയ്യാണ്ട് പോയി. അപ്പോൾ ഞങ്ങൾ അടുത്തുള്ളൊരു കടയിൽ നിന്ന് ബിരിയാണി മേടിച്ച് കഴിച്ചു. ബിരിയാണി എനിക്ക് അത്ര ഇഷ്ടമല്ല, എന്നാലും മേടിച്ച് കഴിച്ചു. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളൊരു ഊബറൊക്കെ എടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തി. ഈ ആൾ ഞങ്ങൾ വരണമെന്ന് നോക്കിക്കുക കേട്ടോ. അവിടെ ഞങ്ങൾ ആ ഗേറ്റ് കടയിൽ നിൽക്കുമ്പോഴേ ആൾ വിളിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഞാൻ